മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേയുടെ പാർട്ട് എത്രയായിരുന്നു 14ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു അയൺ ഫാം ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എല്ലാം ഇനി ഫാക്ടറി ബേസിനകത്താവുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അത് മറ്റൊരു പ്രശ്നമുണ്ട്. വില്ലേജർ ബ്രീഡറിൽ നിന്ന് 100 ബ്ലോക്ക് 120 ബ്ലോക്ക് ശരിക്കും 150 ബ്ലോക്കാണ് വേണ്ടത്. പക്ഷേ ഞാൻ 120 100 എടുത്തിട്ടുള്ളൂ. വർക്കാവുമെന്ന് എനിക്ക് സംശയമാണ്. നമുക്കാദ്യം ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് 7x7 ഒരു കുഴി കുഴിക്കണം. 1 2 3 4 5 6 7. ഓക്കെ, നമ്മൾ കുഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് നമുക്ക് കുഴിക്കണം. ഞാനിത് കുഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ കുഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് 2 ബ്ലോക്കും കൂടി താത്തണം. 1 2. ഓക്കെ, ഇനി ഇത് ഞാൻ കുഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ കുഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് കുറച്ച് കോളും കിട്ടിയിട്ടുണ്ട്. എത്രയും ഒരു കോള് ഞാൻ കുറേ എണ്ണം മൈൻ ചെയ്തായിരുന്നല്ലോ, അത് കിട്ടിയില്ലേ? ഓക്കെ, നമുക്ക് ഇനി കുറച്ചുകൂടെ മൈൻ ചെയ്യാനുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5x5 എന്ന് വെച്ചാൽ 1 2 3 3 4 5 1 2 3 4 1 2 3 4 5 5 കൗണ്ടിങ് മിസ്റ്റേക്ക് ആണ്. 1 2 3 4 5 3. ഇനി ഇത് 5 ബ്ലോക്കും കൂടി താത്തണം. 5 ബ്ലോക്കും കൂടി താത്തണം. ഇത് ഞാൻ താത്തിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിനി വേണ്ടത് 20 ബെഡാണ്. ഞാൻ ഓൾറെഡി കുറേ 20 ബെഡ് ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിത് കഴിഞ്ഞ് നേരെ മുകളിൽ കയറിയിട്ട് മറ്റേ കുറേ ആടിനെയൊക്കെ ഷെയർ ചെയ്ത് ഒപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി ഇങ്ങനെ ഒരു ബ്ലോക്ക് വെക്കണം. ഓക്കെ, എനിക്ക് ബെഡ് റോക്ക് മാത്രമേ വർക്കാവുള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. ജാവി വർക്കാവുമെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് ഇവിടെ ഇനി ഡിഗ് ചെയ്യാം. അല്ല, ഇവിടെ ഡിഗ് ചെയ്യണ്ട. നമുക്കിനി ഓരോ ബെഡായിട്ട് വെച്ച് വെക്കാം. ഇതാണ് ഇനി ചൊറ പിടിച്ച പരിപാടി. നിങ്ങൾ വിചാരിക്കും ഇനി അതിനെന്തൊരു 20 ബെഡെന്ന്. ഞാൻ കാണിച്ചു തരാം ഇനി. അയ്യോ, എൻ്റെ റീസ്പോൺ പോയിന്റ് ഞാൻ വേറൊരു ബെഡ് സെറ്റ് ചെയ്ത് പോയി. ഇനി ഞാൻ ചത്താലും നേരെ ആ ബെഡിലായിരിക്കും റീസ്പോൺ ആകുക. അയ്യോ, ഇതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് നേരെ മണ്ടേ കയറി പോകണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ ഇപ്പം നേരത്തെ പറയാൻ വന്നത് ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു കുഴി എടുക്കണം. ഇവിടെ നമ്മൾ കുഴി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗത്തുള്ള ബ്ലോക്ക് മുഴുവൻ പൊട്ടിച്ച് കളയണം. ഓക്കെ, ഓക്കെ. അയ്യോ, ഇത് ഞാൻ പൊട്ടിച്ചില്ല. ഓക്കെ, അയ്യോ, നമ്മുടെ ഫുഡ് കഴിക്കട്ടെ.
നമുക്കിനി ബെഡ് വെച്ച് തുടങ്ങാം. ബെഡ് ഇങ്ങനെ വേണം വെക്കാൻ. നമുക്ക് ഒരു ബ്ലോക്ക് എടുക്കണം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബ്ലോക്ക് കയ്യിലേക്ക് എടുക്കാം. എന്നിട്ട് ഇതും കൂടി കവറാക്കണം. എന്നിട്ട് 4 കോർണറിനും ഓരോ ബ്ലോക്ക് ഇങ്ങനെ വെക്കണം. ഇനി നമുക്ക് ഒരു ടോർച്ച് എടുത്ത് ഇവിടെ വെക്കണം. ചാടി എത്തിയില്ല. നമ്മളെന്തിനാ കഷ്ടപ്പെടുന്നത്? ഇവിടെ കയറി നിന്നാൽ പോരെ. ഓക്കെ, നമുക്ക് ബ്രിഡ്ജ് ചെയ്ത് മുകളിലേക്ക് പോകണം. ഓക്കെ, നമ്മൾ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രീഡറിൽ നിന്ന് 20 വില്ലേജേഴ്സിനെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിടണം. ഞാനിനി ബ്രീഡറിലെത്തി 20 വില്ലേജേഴ്സിനെ കൊണ്ടുവരുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം ചെയ്യണം. എന്തായിരുന്നു എൻ്റെ പേര്? ഫ്ലെക്സിങ് ടേബിൾ ഉണ്ടാക്കിക്കൊണ്ട് വരണം. വുഡ് ഇതിനകത്തുണ്ടാവും. ഒരു 3-4 സ്റ്റാക്ക്. എത്ര എണ്ണം വേണമെന്ന് ആർക്കറിയാം? 20 എണ്ണം കൊണ്ട് വേണം. 20 ഫ്ലെക്സിങ് ടേബിൾ വേണം. ഫ്ലെക്സിങ് ടേബിൾ ഉണ്ടാക്കാൻ വേറെ സൈസ് റീസ്പോൺ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനെന്നെ പൊട്ടനാ. നല്ല നൈറ്റ് ആവുന്നുണ്ട്. ഇനി രാവിലെ പണി തുടങ്ങും. ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കാം. നൈറ്റ് ആകുമ്പോൾ നമ്മൾ അപ്പം കിടന്നുറങ്ങും. കിടന്നുറങ്ങും. എനിക്ക് ഇറങ്ങി ഞങ്ങളുടെ ക്രാഫ്റ്റിംഗ് ടേബിളിൽ ചെന്നിട്ട് ഓക്കെ ഫ്ലെക്സിങ് ടേബിൾ ഉണ്ടാക്കാൻ. ഫ്ലിൻറ്റ് കാണാം. ഫ്ലിൻറ്റ് ഞാൻ പോയി ഈ കേവിനകത്ത് ഇറങ്ങി ഞാൻ കുറേ ഫ്ലിൻറ്റ് മൈൻ ചെയ്തിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മൾ കുറേ ഫ്ലിൻറ്റ് മൈൻ ചെയ്തുകൊണ്ട് വന്നു. എത്രയാണ്? 40 ഫ്ലിൻറ്റ് നമ്മൾ മൈൻ ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലിൻറ്റ് നമ്മൾ എക്സ്ട്രാ വെച്ച് പോയി. നമുക്ക് പോയി ക്രാഫ്റ്റ് ചെയ്തിട്ട് വരാം. അത് കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. ആ ഗ്രാവലിൻ്റെ ഇടയ്ക്കത് ഫ്ലിൻറ്റ് മൈൻ ചെയ്യാൻ.
ഞാനൊരു 20 രാവിലെ പൊട്ടിക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരു ഫ്ലിൻറ്റ് കണ്ട് കിട്ടും. ഞാനത് ഇങ്ങനെ രാവിലെ ഇങ്ങനെ 40 രാവിലെ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് റീപ്ലേസ് ചെയ്ത് ഇങ്ങനെ മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ 20 ക്രാഫ്റ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ 20 ഇത് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലച്ചിങ് ടേബിൾ. ഞാനിതാ വരുന്നു. ഞാൻ എവിടെയായിരുന്നു ഉണ്ടാക്കിയത്? ഇവിടെ തന്നെ. ഞാൻ ബ്രിഡ്ജ് ചെയ്ത് വന്ന സ്ഥലം. ഈ കോബിൾ സ്റ്റോൺ രണ്ടും ഇങ്ങനെ പൊട്ടിച്ച് എടുക്കിട്ട്. ഓക്കെ, ഇവിടെ കയറുന്നത് ഡ്രസ്സിംഗ് ടേബിൾ ഇങ്ങനെ. അയ്യോ, ഞാൻ ആ കോർണറിൽ കോബിൾ സ്റ്റോൺ വെച്ചില്ല. അയ്യോ, ഒരെണ്ണം മിസ്പ്ലേസ് ചെയ്തു. അത് ഞാനല്ല പൊട്ടിച്ചത്, നേരത്തെ പൊട്ടിക്കാൻ നോക്കിയത്. അത് മൈൻക്രാഫ്റ്റ് തന്നെയാണ് പൊട്ടിക്കാൻ നോക്കിയത്, ലാഗ് കാരണം. ഓക്കെ, നമ്മൾ ഇത്രയും പണി ചെയ്തിട്ടുണ്ട്. ഇനി നേരെ ഇതിൻ്റെ മണ്ണിൽ കയറിയിട്ട് നമ്മുടെ വില്ലേജ് ബിൽഡറിൽ നിന്ന് 20 വില്ലേജേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിടണം. ഞാൻ നിങ്ങൾ ബോട്ടിൽ കയറിയിട്ട് കൊണ്ടുവരേണ്ടത്, കാരണം എനിക്ക് മറ്റേ മൈൻകാർഡ് ഉണ്ടാക്കാൻ മാത്രമുള്ള അയണില്ല എൻ്റെ കയ്യിൽ. ഓക്കെ, എനിക്ക് ആ വില്ലേജേഴ്സിനെ എല്ലാം ബോട്ടിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും ഗൈസ്. അങ്ങനെ 20 വില്ലേജേഴ്സിനെ ഞാൻ ഇതിനകത്ത് കൊണ്ടിട്ടിട്ടുണ്ട്. ഇവന്മാരെപ്പോഴാണ് സ്പോണായത്? ഇവനെ എനിക്ക് അങ്ങനെ ഒരു തട്ടണം. എൻ്റെ ബ്ലോക്കെല്ലാം കയ്യിലേക്ക് എടുക്കുക. അത് 3 ബ്ലോക്ക് പില്ലർ ചെയ്യണം. അയ്യോ, പില്ലർ ചെയ്യുന്നു. അതിനകത്ത് 3 ബ്ലോക്കല്ലേ ഹിറ്റ്. നിനക്ക് മുകളിൽ കയറാൻ പറ്റില്ല. അവനൊക്കെ തട്ടി. ഇനി ഇത് മുഴുവൻ കവർ ചെയ്യണം. ഇനി നമുക്ക് വേണ്ടത് 1 ബക്കറ്റ് ലാവയാണ്. ഞാനിനി 1 ബക്കറ്റ് ലാവ ഒപ്പിച്ചിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പോസ് ചെയ്ത റെക്കോർഡ് ഉണക്കാൻ മറന്നുപോയി. എന്ത് ചെയ്യാനാ? അയ്യോ, എൻ്റെ കയ്യിൽ 3 ഇതുണ്ടായിരുന്നല്ലോ. എന്നെ തുറന്നു കയറിപ്പി ഇതാണ്ടിരിക്കുന്നു. നമ്മൾ ലാവയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനി നമുക്കിവിടെ ഒരെണ്ണം
ഇവിടെ ഒരു സൈൻ ബോർഡ്, ഇവിടെ ഒരു സൈൻ ബോർഡ്, ഇവിടെ ഒരു സൈൻ ബോർഡ്. അയ്യോ ഇവിടെയല്ല. സൈൻ ബോർഡ് കത്തി. അതോ ഞാൻ അടി വെച്ചിരിക്കുന്ന ഹോപ്പർ കളക്ട് ചെയ്തു അത്. ഞാൻ മറ്റേ ഇതുണ്ടാക്കിയായിരുന്നു, ചെസ്റ്റൊക്കെ വെച്ചിട്ടുള്ളൊരു സ്ഥലം. കളക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലെ തന്നെ നടന്നു. നേരെ അതിൻ്റെ കൊണ്ടേ കൂടി ചാടി കൊടുത്താൽ മതി. ഓക്കെ സെറ്റ്. ഇനി ഇവിടെ ഒരു ബക്കറ്റ് ലാവ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇനി എൻ്റെ കയ്യിൽ ഒരു ബക്കറ്റ് വെള്ളം കൂടി ഉണ്ടായിരുന്നുണ്ട്, അതായിരിക്കും. ഓക്കെ, ഇവിടെ ഇവന്മാർ ബഹളമാണ് അയൺകുളത്തിൻ്റെ. ഓക്കെ, ഇതിങ്ങനെ പൊട്ടിച്ച് കളയുക. 7 ബാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിവിടെ അയ്യോ മാറിപ്പോയി. കുഴപ്പമില്ല. ഇതിവിടെ ഇനി നമ്മുടെ വെള്ളം എടുത്തിട്ട് ഇവിടേക്ക് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ അവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പന്മാരുടെ ശല്യം കാരണം ഞാൻ തോറ്റി. ഇനി കുറച്ച് നമ്മുടെ സ്ലാബ് എടുത്തിട്ട് ഞാൻ അടിക്കിയിട്ട് ഇതങ്ങ് പൊട്ടിച്ച്. അയ്യോ സ്ലാബായിട്ട് തന്നെയാണ് കിട്ടുന്നത്. ഇവന്മാരെ കൊല്ലാൻ കുറേ നേരം എടുക്കും. അവന്മാരെ എല്ലാം കണ്ടുപിടിച്ച് കൊന്നിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഞാൻ നിങ്ങളെല്ലാവരെയും കൊന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് നേരം ഇങ്ങനെ AFK നിൽക്കണം. ഞാൻ അവന്മാരെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ 2 ഇവന്മാർ ഇവിടെ സ്പൂണായി ചത്തായിരുന്നു. പിന്നെ ഞാൻ അവന്മാരെ കൊന്നപ്പോൾ എനിക്ക് 13 അയൺ കിട്ടി. അതാണ്ട് എനിക്ക് തോന്നുന്നു ചത്ത്. ചേടാ അതാണ്ട് വേറൊരുത്തൻ സ്പോണായി. ഇവന്മാർക്ക് എന്താ ഇവിടെ സ്പോണായാല്? ഞാൻ അവിടെ ചുറ്റും സ്ലാബ് വെച്ചാണ്, എന്നിട്ട് എന്താ ഇവന്മാർ ഇവിടെ സ്പോണാവുന്നത്? 1 2 3. ഇവിടെ സ്പോണായി നിൽക്കുന്നവന്മാരെ കൊന്നാലേ അവന്മാർ പുറത്ത് സ്പോണാവുള്ളൂ. അവന്മാരെ അടിക്കണം. ഞാനിവിടെ പില്ലർ ചെയ്യുമ്പോഴേക്കും അവന്മാരങ്ങോട്ട് ഓടിപ്പോകും. ഇങ്ങനെ ഇവന്മാരിങ്ങനെ നിന്ന് തട്ടുക. അവനെ തട്ടി. അയ്യോ ദാണ്ട് സ്പോണായി. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അയൺ ഫാർം എഫിഷ്യൻ്റായിട്ട് വർക്കാവുന്നുണ്ട്. എഫിഷ്യൻ്റ് ആണോയെന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് എഫിഷ്യൻ്റ് ഒന്നുമല്ല. അയ്യോ, ഞാനിവിടെ ഉണ്ടായിരുന്ന ട്രാപ്പ് ഡോർ എന്ത് ചെയ്യും? അതവിടെ ഇവിടെയാണോ? അല്ല, ഞാനിവിടെ ട്രാപ്പ് ഡോറിൻ്റെ ഇതുണ്ടാക്കിയായിരുന്നു. എനിക്ക് ഇവിടെ ചെസ്റ്റൊക്കെ ഉള്ളിടത്തേക്ക് ഇറങ്ങാൻ വേണ്ടി. അതവിടെ പോയി അതാണ്ടിരിക്കുന്നു. ഞാൻ ഈ അവിടെ പോയിട്ട് ഇറങ്ങിയിട്ട് എന്താ കാര്യം? 9 അയണായി. അത്യാവശ്യം നല്ല എഫിഷ്യൻ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്കിനി അടുത്ത എപ്പിസോഡ് കാണാം. ടാറ്റ, ബൈ ബൈ. പൂച്ചക്കുട്ട സ്പൂച്ച് സാറേ ചത്ത അവിടെ കിടന്ന്.